ഈ യാക്കിൻ്റെ കൂട്ടത്തിന് നല്ല ക്യൂട്ടായിട്ടുള്ള മോർമോട്സിനെ കണ്ട് ഞങ്ങൾ എങ്ങോട്ടാണെന്നല്ലേ പാങ്കോങ് ലേക്ക് പിന്നെ അവിടെ നിന്ന് ഹാൻഡ് ലേക്കാണ് കേട്ടോ. അതായത് കണ്ടോ ഇവൻ എന്തൊരു ക്യൂട്ടാണെന്നറിയാമോ, ഒരു പേടിയില്ല കേട്ടോ. നമ്മളെ കാണുമ്പോഴേക്കും ഇവൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് തരും എന്നുള്ളതാണ് മറ്റൊരു അട്രാക്ഷൻ. പക്ഷേ എൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ആ സമയത്ത് ഇവൻ എഴുന്നേറ്റ് ഇങ്ങനെ കൈയൊക്കെ പൊക്കി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്യൂട്ടാണ്, ആൾക്ക് ഒരു പ്രശ്നമില്ല, നമ്മളെ കണ്ട ഒരു പേടിയില്ല. പിന്നെ ഇവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അസുഖം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൊടാൻ നിന്നില്ല. നമുക്കാണോ അവനാണോ അസുഖം വരുന്നത് എനിക്ക് പിടുത്തം കിട്ടിയില്ല. എന്തായാലും നമ്മൾ തൊടാൻ നിന്നില്ല കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ നമ്മളിങ്ങനെ പുറകോട്ട് തിരിഞ്ഞോക്ക് ഓടി ഓടിക്കൊണ്ട് ഇവൻ്റെ കൂടാണ് അതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അവിടെ നമ്മൾ പാങ്കോങ് ലേക്ക് എത്തി. എന്തൊരു ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉപ്പുജല തടാകമാണ് പാങ്കോങ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അവിടെയാണെങ്കിൽ ഇങ്ങനെ പല പല കളേഴ്സ് വരും പല ടൈമിൽ. നമുക്ക് അങ്ങനെ കളേഴ്സൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മളുടെ ഓൾ ഈസ് വെല്ലെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 3 ഇഡിയറ്റ്സിൽ അവിടെ ഇരുന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. 50 രൂപയാണ് കേട്ടോ. അതുമേ ഇരിക്കാനായിട്ട് 50 രൂപ, ഇതുമേ ഇരിക്കാനായിട്ട് 50 രൂപ, ഇരുന്ന് ഫോട്ടോ എടുക്കാനേ. പിന്നെ പുറകെ കിടക്കുന്ന ലെഹങ്ക ഇടാനായിട്ട് 200 രൂപ. അപ്പോൾ 200 രൂപയുടെ ലെഹങ്ക എനിക്ക് വേണമെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഈ സംഭവം ഉണ്ട്, നമ്മുടെ 3 ഇഡിയറ്റ്സിലെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ യാക്കിൻ്റെയും കുതിരയുടെയൊക്കെ മുകളിൽ കയറുന്നവർക്ക് കയറാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. പകരം ഈ കുട്ടി കയറുന്നത് കണ്ട് അവിടെ നിന്ന് ആസ്വദിച്ചു കേട്ടോ. കയറുന്നവർക്ക് അവിടെ കയറി ഫോട്ടോ എടുക്കാം, ട്രാവൽ ചെയ്യാം, അങ്ങനെ അല്ല അവിടെ ഒരു ചെറിയൊരു റൈഡൊക്കെ നടത്താം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് നമ്മുടെ ഡോക്ടർ നല്ല രീതിയിലൊന്ന് ഫ്ലൂട്ടൊക്കെ വായിച്ചു. ഞാനതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഡോക്ടർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടറിന് മൂഡ് വരുമ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫ്ലൂട്ടൊക്കെ വായിക്കുമായിരുന്നു. അതും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. എന്തായാലും ഈ പാങ്കോങ് ലേക്ക് ഒരിക്കലും ഒരാളെ മിസ് ചെയ്തിട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. ശരിക്കും കുറച്ച് ചോറും കറിയും ഒക്കെ കിട്ടിയിട്ട് നമുക്ക് നമ്മുടെ ഇവിടത്തേക്ക് പോലെ താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വിട്ടു പോരാൻ തോന്നത്തില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. നമ്മുടെ കയ്യിൽ കുറച്ച് ഭാഗവും കൂടുതൽ ഭാഗവും ചൈനയുടെ കയ്യിലുമാണിത്. പക്ഷേ ഇത്രയെങ്കിലും ഭാഗം നമ്മുടെ കയ്യിലുണ്ടല്ലോ, അത് തന്നെ എന്ത് രസമാണെന്ന് എനിക്ക് തോന്നിയത്. പല സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് പച്ചയായതും ഒക്കെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ അത്രയ്ക്ക് ക്ലിയർ ആവുന്നില്ലായിരുന്നു കേട്ടോ. വൈകുന്നേരം അങ്ങനെ ആകുമ്പോഴാണ് റെഡ് ആവുമെന്ന് തോന്നുന്നു. ഇനി അതിൻ്റെ കരയിലൂടെ അതിൻ്റെ ആ ഒരു തീരത്തൂടെ നമുക്ക് കുറേ ദൂരം സഞ്ചരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാൻഡ്ലേയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹാൻഡ്ലേയിലാണ് ഇന്നത്തെ നമ്മുടെ താമസം. അതിനങ്ങോട്ടുള്ള റോഡുകളൊക്കെ നല്ല ഭംഗിയാണ്. ഇവിടെ എല്ലാം ഈ മലകളാണെങ്കിലും എല്ലാ മലകളും പല പല രീതിയിലുള്ള മലകളാണ് കേട്ടോ. അങ്ങനെ വിശന്നപ്പോഴേക്കും ഒരു സ്ഥലത്തെത്തി അവിടെ നിന്ന് 10 രൂപ നമ്മുടെ പാക്കറ്റ് മാഗിയില്ലേ, നമുക്ക് 50 രൂപ കിട്ടി കേട്ടോ. അതൊക്കെ കഴിച്ചിട്ട് അവിടെ മഴക്കാർ ഹാൻഡ്ലേയിൽ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ സ്കൈ ആണ്. പക്ഷേ ഇപ്പോൾ മഴക്കാരുണ്ടായിരുന്നു. എന്നാലും നമുക്ക് മിൽക്കി വേ ഒക്കെ കാണാൻ പറ്റി. പക്ഷേ മിൽക്കി വേ കാണാൻ പോകുന്നത് ഹാൻഡ്ലേയിൽ നമുക്കത് ആകാശത്ത് നോക്കി കാണാനുള്ള സംവിധാനങ്ങളെ കണ്ട് ഈ സെറ്റപ്പൊക്കെ ആയിട്ടത്. ഞാനീ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളിക്കളിച്ച് ഓടി നടന്നൊക്കെ ഇങ്ങനെ കല്ല കാറ്റും നല്ല തണുപ്പായിരുന്നു. ഇങ്ങനെ ആസ്വദിച്ച് പാറപ്പുറം നടന്നത് എന്ത് പറ്റുന്ന വെച്ചാൽ അവസാനം മൈഗ്രെയിൻ വന്ന് കിടപ്പായി പോയി. മിൽക്കി വേ എനിക്ക് കാണാൻ പറ്റില്ല. ഇവർ കണ്ടു എൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തതായതാണ് കേട്ടോ. എനിക്ക് കാണാൻ പറ്റുന്ന നോക്കണേ. നാളെ കാണാം. ബൈ.